ഹലോ എവ്രി വൺ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് ചില്ലിയാണ്. അത് നമുക്ക് വേണ്ടത് ഫസ്റ്റ് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നൊരു 4-5 അഞ്ചൊന്നും വേണ്ട, ഒരു 4 വിസിൽ അല്ലെങ്കിൽ ഒരു 3 വിസിലൊക്കെ അടുപ്പിക്കുക. നല്ലോണം വേവരുത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടേക്കാരം. ബീഫ് അങ്ങനെ ഒരു ഇതള പോലെ അല്ലേ. അപ്പോൾ ഒരു 3-4 നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങൾ പോലെ വലിയ പീസസ് ആണെങ്കിൽ ഒരു 4 വിസിലൊക്കെ മതി. എന്നിട്ട് നമ്മളത് നല്ല ചെറുള്ളിയും വലിയ ജീരകവും നരച്ചിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ 2 സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സാക്കുക. അരിപ്പൊടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് വരിക. എന്നിട്ട് ഈ മിക്സ് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ബീഫിൽ പരട്ടി കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് നല്ലോണം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അതെടുത്തിട്ട് നല്ല പ്യുവർ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. ഓൾറെഡി വെന്ത ബീഫ് ആയതുകൊണ്ട് അധികം വേവാനൊന്നുമില്ല. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വേവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മറിച്ചിട്ടാൽ പിന്നെയും ജസ്റ്റ് ഒരു 5 മിനിറ്റ് കിടക്കേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്കത് വെന്ത് കിട്ടും. ഓൾറെഡി വെന്ത ബീഫ് ആയതുകൊണ്ട് അധികം സമയം ഒന്നും വേണ്ട. അതിലേക്ക് 2 പച്ചമുളകും കൂടി കയറിയിടും. അതിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ 2 കറിവേപ്പിലയും കൂടി ഉള്ളിടുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്.